നോക്കുവിൻ പ്രിയ കൂട്ടരെ, ലോട്ടറി ടിക്കറ്റുകൾ, നല്ല നല്ല നമ്പറുകൾ വാങ്ങുവിൻ പ്രിയ കൂട്ടരെ, ലോട്ടറി ടിക്കറ്റുകൾ, നല്ല നല്ല നമ്പറുകൾ. ചേച്ചി ശരിക്കും ഈ ലോട്ടറി വിൽപ്പനയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ഞാൻ ബികോം വരെ പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് വേറൊരു ജോലി കിട്ടുന്നുണ്ടായില്ല. അതായത് എൻ്റെ മകള് വളരെ ചെറുതായിരുന്നു. ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലി കിട്ടാൻ അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ ജീവിക്കാൻ വേറെ മാർഗവുമില്ല. അങ്ങനെ ഞാൻ ലോട്ടറി വിൽക്കാനായിട്ട് ഇറങ്ങി. കുറച്ച് ടിക്കറ്റൊക്കെ എടുത്ത് വിൽക്കും. അപ്പോൾ മോളെയും ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് വിൽക്കുന്നത്. ഹസ്ബൻഡ് ഡിവോഴ്സായി. വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അവർക്ക്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്ത്രീധനമൊന്നും പോരാ, സ്വർണം പോരാ, ക്യാഷ് പോരാ എന്നൊക്കെ, പിന്നെ എനിക്ക് സൗന്ദര്യമില്ല എന്നൊക്കെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറയാൻ തുടങ്ങി. അപ്പം നിരന്തരം അതിൻ്റെ പേരിൽ വഴക്കും. എപ്പോഴും ലഹളയാണ്. ഉണ്ടാക്കി വെച്ച ഭക്ഷണം പോലും സമയത്ത് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും ലഹള. അങ്ങനെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ കൂടി തല്ലാൻ തുടങ്ങി. പുറമേയുള്ള കുറേ കൊട്ടേഷൻ സംഘം പോലെ അവരറിയാവുന്ന ഓട്ടോ സ്റ്റാൻഡിൽ നിന്നോ അല്ലെങ്കിൽ പബ്ലിക് എവിടെന്നെങ്കിലുമൊക്കെ കയറി വന്ന് എന്നെ തല്ലുന്ന അവസ്ഥയായി. അപ്പോൾ ഈ തല്ലാൻ അവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മെൻ്റലാണ്. അപ്പോൾ ആ മെൻ്റലിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നാട്ടുകാരെ കൊണ്ട് തല്ലിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നാട്ടുകാരുടെ മുന്നിലൊക്കെ ഞാനൊരു മാനസിക രോഗിയാണ്. അപ്പൊ അതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനാണ് അവർ തല്ലുന്നത്. അപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല. അതായത് ഭക്ഷണം പോലും സമയത്ത് കിട്ടുന്നില്ല, ഈ അടിയും കിട്ടുന്നുണ്ട്. ഒരു കെയറിങ്ങും ഇല്ലാണ്ടായപ്പോ ഞാൻ എൻ്റെ മോളനെയും വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ മോൾക്ക് എത്ര പറയാം? മോൾക്ക് ആ സമയത്ത് മാസങ്ങളൊക്കെ ഉള്ളു. എന്നിട്ട് എങ്ങനെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്ത് എളുപ്പമല്ല. ഒറ്റയ്ക്ക് ആ സമയത്തൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കെയറിങ് കിട്ടണം. എൻ്റെ വീട്ടുകാർ സപ്പോർട്ടല്ല. കാരണം എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവർ പറയണെന്താണെന്ന് വെച്ചാൽ എൻ്റെ വരുമാനം കിട്ടാൻ വേണ്ടിയാണ് നിർത്തിയേക്കുന്നതെന്ന്. പിന്നെ കെട്ടിച്ചു കൊടുത്ത ഒരു പെണ്ണ് തിരിച്ച് വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ഏതൊരു വീട്ടുകാർക്കും അതൊരു ബാധ്യതയായിട്ടാണ് കാണുന്നത്. പിന്നെ സമൂഹത്തിന്റെ മുന്നിലാണെങ്കിൽ ഒരു നാണക്കേടും. അപ്പൊ അതുകൊണ്ട് അവരെന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ എനിക്ക് എൻ്റെ വീട്ടിലും കയറി ചെല്ലാൻ പറ്റണില്ല, ഹസ്ബൻഡിന്റെ വീട്ടിലും സ്ഥാനമില്ല. അങ്ങനെ കുറെ മാസങ്ങളോളം റെയിൽവേ സ്റ്റേഷനിലും ഈ കാണുന്ന മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൊക്കെ മാസങ്ങളോളം ഇരുന്നാണ് ഞാൻ എൻ്റെ മോളനെ വളർത്തിയത്. അതായത് ആദ്യത്തെ ഒരു കൊല്ലം എന്ന് പറയുന്നത് തന്നെ പെരുവഴി ജീവിതം, കിടന്നുറങ്ങാനൊന്ന് കൊതിച്ച ദിവസങ്ങളുണ്ട്. അപ്പോൾ അതിന് പിന്നെ ലോട്ടറിയൊക്കെ വിറ്റ് ചെറിയ പൈസയൊക്കെ കിട്ടി. എന്നാലൊരു വീട് അന്വേഷിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഞാനും മകളും മാത്രമല്ലേ ഉള്ളൂ. ആൺതുണ ഇല്ലാത്തവർക്ക് വീട് തരില്ല എന്നും പറഞ്ഞ് പല ആൾക്കാരെ ഒഴിവാക്കി. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് അടുത്തുള്ളൊരു വീട് ഇപ്പോൾ വാടകയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഏകദേശം 9 കൊല്ലമായി വാടകയ്ക്ക് താമസിക്കുന്നു. ഒരു തൊഴിലെന്ന നിലയിൽ ലോട്ടറി വിൽക്കുന്നുണ്ട്. കുറെ ബുദ്ധിമുട്ടാണ്. കാരണം കൈക്കുഞ്ഞിനെ വെച്ചോണ്ട് ഈ രംഗത്ത് ഇറങ്ങി എന്ന് പറഞ്ഞാല് അത് ഒറ്റയ്ക്കൊരു സ്ത്രീ ആവുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മോൾ 9ാം ക്ലാസ്സിൽ. അപ്പൊ അമ്മ ഈ വേഷം കെട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് മോൾക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാല് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവളുടെ കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് വരെ ഒരു കുറവ് വരുത്തിയിട്ടില്ല.